പരിശുദ്ധമായ ആൾത്താരിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ആഷ്മിലി, ഇതെൻ്റെ ഹസ്ബൻഡ് നിഖിൽ. ഞങ്ങളുടെ വീട് വയനാടാണ്. ഞങ്ങൾ ഇന്ന് ഖത്തറിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നതാണ്. അമ്മയ്ക്ക് കൊടുത്ത ഒരു വാക്ക് അമ്മയ്ക്ക് കൊടുത്ത വാക്ക് അമ്മ വഴി ഞങ്ങൾക്ക് കിട്ടിയ ഒരു അനുഗ്രഹത്തിന് നന്ദി പറയാനായിട്ടാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ ആൾത്താരയിൽ നിൽക്കുന്നത്. ഞങ്ങൾ 2021 തൊട്ട് പുറത്തോട്ട് പോകാൻ വേണ്ടി നോക്കുകയായിരുന്നു. ആദ്യം ഞങ്ങൾ കാനഡയ്ക്ക് വെച്ചു. സ്റ്റുഡൻറ്റ് വിസയിൽ ഞാൻ വെച്ചതാണ്. വെച്ചിട്ട് ഫസ്റ്റ് ടൈം റിജക്ഷൻ വന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. 2022 ഡിസംബർ 2-ാം തീയതിയാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ഒന്നുകൂടെയും റീഅപ്ലൈ ചെയ്തിട്ടും അതും റിജക്ഷനായി. അപ്പോൾ റിജക്ഷനായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ ഓൾറെഡി MBA ആണ്. അപ്പം ഏജൻസിക്കാർ പറയുന്നത് എനിക്ക് ക്വാളിഫിക്കേഷനുണ്ട്, IELTS സ്കോറുണ്ട്, പക്ഷേ എന്തുകൊണ്ട് റിജക്ഷനായി, നമുക്ക് വീണ്ടും വെക്കാമെന്ന് പറഞ്ഞു. അപ്പം വീണ്ടും വെച്ച് കഴിഞ്ഞ് ഒരു 3rd റിജക്ഷൻ എന്ന് പറയുന്നത് അതൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് ഹസ്ബൻഡ് പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്തോ, ഹസ്ബൻഡ് ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്, അപ്പം നീ എങ്ങോട്ട് വന്നേക്ക്, നമുക്കിവിടെ നിന്നിട്ട് എന്താ വേണ്ടതെന്ന് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓൾറെഡി ഞങ്ങൾ എമൗണ്ട് ഫീസ് ഫസ്റ്റ് ഇയറിൻ്റെ ഫീസ് GIC എമൗണ്ട് ഇതെല്ലാം ഓൾറെഡി പെയ്ഡാണ്. ഞാൻ അങ്ങനെ ഡിസംബർ 2-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. 5-ാം തീയതി ആയപ്പോഴേക്കും എനിക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു 1 മന്ത് വിസിറ്റിംഗ് വിസയിലായിട്ടാണ് ഞാൻ പോയത്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടിപ്പോൾ ഞങ്ങൾ ഡിസൈഡ് ചെയ്യുന്നു എന്നാൽ പിന്നെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ജോലി നോക്കാമെന്നുള്ളത്. അങ്ങനെ ആ സമയത്ത് അവിടെ ഫിഫയുടെ ടൈമാണ്. അപ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് ജോലി കിട്ടാൻ വേണ്ടി. പക്ഷേ ഞങ്ങൾ ശ്രമിച്ച് എനിക്കവിടെ വർക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്തു. വർക്ക് വിസ പാസ്സായി. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ തിരിച്ചു പോയി വീണ്ടും ഖത്തറിലോട്ട് വീണ്ടും വന്നു കഴിഞ്ഞ് ഞാൻ ഫെബ്രുവരി 22-ാം തീയതി ഖത്തറിലെത്തി. മാർച്ച് 1 തൊട്ട് എനിക്ക് അവിടെ ഒരു നല്ലൊരു കമ്പനിയിൽ അക്കൗണ്ട് സെക്ഷനിൽ എനിക്ക് ജോലി കിട്ടി. അവിടെ ഫ്രൈഡേ സാറ്റർഡേയും ഓഫായി. സാധാരണ അവിടെ ഗവൺമെൻറ് കമ്പനികളിലാണ് ഈ ഫ്രൈഡേ സാറ്റർഡേ ഓഫ് ഉള്ളത്. പക്ഷേ പരിശുദ്ധ അമ്മ ഉടമ്പടി എടുത്തത് വഴി ഞങ്ങളുടെ പ്ലാനുകളെ ഞങ്ങൾ ഏത് വഴിയിലൂടെയാണ് നടക്കേണ്ടത് എന്ന് അമ്മ കറക്റ്റായി ഞങ്ങളെ ആ ഡയറക്ഷനിലൂടെ നയിക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരും കൂടെ വർക്ക് ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രത്തോളം ബാലൻസ്ഡ് അല്ല. അപ്പോൾ ഞങ്ങൾ വീണ്ടും ആലോചിച്ചു നമുക്ക് എവിടെയെങ്കിലും പുറത്ത് പോയിട്ട് ഒന്ന് സെറ്റിൽ ആവാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾ സ്വീഡൻ എന്ന രാജ്യത്തെക്കുറിച്ച് അന്വേഷിക്കുകയും അങ്ങോട്ട് പോകാൻ വേണ്ടിയുള്ള പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ സ്വീഡനിലോട്ടുള്ള പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. IELTS അവിടുന്ന് തന്നെ എക്സാം എഴുതി. അപ്പം ആ സമയങ്ങളിൽ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. ഞങ്ങൾ വെറും 0-യിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങൾക്ക് അത്യാവശ്യം ബാധ്യതകളുണ്ട്. അപ്പോൾ വീടിൻ്റേതേ കുറച്ച് ബാധ്യതകളുണ്ട്, അത് ഞങ്ങൾക്ക് തീർക്കണം. അപ്പോൾ അതിന് ഞങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു രൂപ പോലും മാറ്റി വെക്കാനുണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ ചോദിച്ചവരോടെല്ലാം ഒരു എഡ്യൂക്കേഷൻ ലോൺ പോലും ഇല്ലാതെ ഞങ്ങൾ ചോദിച്ചവരോടെല്ലാം അവർ എത്രയാണോ ഞങ്ങൾക്ക് വേണ്ടത് പരിശുദ്ധ അമ്മ അതെല്ലാം ക്രമീകരിച്ച് 1 രൂപയുടെ പോലും കുറവില്ലാതെ ഞങ്ങൾക്കിപ്പോൾ നാളെയാണ് ഫീസ് അടയ്ക്കേണ്ടതെങ്കിൽ ഇന്നും ഞങ്ങൾ രാവിലെ മോർണിംഗും പറയുമ്പോൾ പൈസയില്ല എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ കറക്റ്റ് ഞങ്ങളുടെ അക്കൗണ്ടിലോട്ട് ആ തലേദിവസം വൈകുന്നേരം എത്ര രൂപയാണോ വേണ്ടത് ആ പൈസ പരിശുദ്ധ അമ്മ ക്രമീകരിച്ച് ഞങ്ങളുടെ അക്കൗണ്ടിലോട്ട് ഇട്ട് തന്നു. അങ്ങനെ ഞങ്ങൾ സ്വീഡൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു. പേയ്മെൻറ്റ് അടച്ചു. അഡ്മിഷൻ കിട്ടാൻ വേണ്ടി കുറച്ച് സ്ട്രിക്റ്റാണ് അവിടെ. അപ്പോൾ നമുക്ക് യൂണിവേഴ്സിറ്റി കാര്യങ്ങളൊക്കെ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയുള്ള പ്രോസസ്സിങ് ഒരു ലോങ് പ്രോസസ്സിംഗ് ആണ് അങ്ങോട്ടുള്ളത്. ഒരു 1 ഇയർ എടുക്കുന്ന പ്രോസസ്സിംഗ് ആണ്. അപ്പോൾ ലാസ്റ്റ് ഇയർ ഒക്ടോബറിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ പൈസ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഏപ്രിലിൽ ഫുൾ പേയ്മെൻറ്റ് ചെയ്തു. അവിടുത്തെ സെമസ്റ്റർ ഫീ അടച്ചു. അവിടുത്തെ അക്കോമഡേഷൻ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തന്നു. ഏപ്രിൽ 24-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ആക്ച്വലി അക്കോമഡേഷൻ നമുക്കവിടെ പോയിൻ്റ് ബേസ് ആണ്. അപ്പോൾ അക്കോമഡേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എപ്പോഴും അവരുടെ സൈറ്റ് നമ്മളിങ്ങനെ നോക്കിയിടാം. അപ്പോൾ എൻ്റെ ഒരു അശ്രദ്ധ മൂലം എനിക്ക് കിട്ടിയ എനിക്ക് റെൻ്റൽ എഗ്രിമെൻറ്റിൻ്റെ ഒരു അയച്ചത് ഞാൻ കണ്ടില്ല, മെയിലിൽ കണ്ടില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ ഞാൻ അമ്മേനോട്, അമ്മ എനിക്കൊരു ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് എൻ്റെ അപ്രൂവ് ആണോ വിസയ്ക്ക് നമ്മൾ വെച്ചു, വിസ അപ്രൂവ് ആണോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല, പക്ഷേ എങ്കിലും നമുക്ക് ആദ്യമേ അവിടെ അക്കോമഡേഷൻ എടുക്കാം. അപ്പം ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് അമ്മ എനിക്ക് അക്കോമഡേഷൻ തരണം, കാരണം എൻ്റെ അശ്രദ്ധ മൂലം സംഭവിച്ചതാണ്. പക്ഷേ എനിക്ക് എല്ലാവർക്കും അക്കോമഡേഷൻ കിട്ടുന്നുണ്ട്, അപ്പോൾ എനിക്ക് കിട്ടാതിരുന്ന അതൊരു ബുദ്ധിമുട്ടാവില്ലേ എന്ന് പറഞ്ഞ് അമ്മേനോട് പ്രാർത്ഥിച്ച് കറക്റ്റ് ഏപ്രിൽ 24-ാം തീയതി അമ്മ എനിക്ക് അവിടെ ഒരു അക്കോമഡേഷൻ തന്ന് അനുഗ്രഹിച്ചു. അതും ഞാൻ എല്ലാ വെനസ്ഡേയും ഞാൻ ഫുൾ ഫാസ്റ്റിംഗ് ആണ്. ഞാൻ എന്ത് ചോദിച്ചാലും പരിശുദ്ധ അമ്മ എല്ലാ വെനസ്ഡേയും ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ആ കാര്യങ്ങളെല്ലാം ആ വെനസ്ഡേയിൽ അമ്മ സാധിച്ചു തരാറുണ്ട്.
അതുപോലെ എല്ലാ ദിവസവും ഞാൻ 3 മണിക്ക് കരുണക്കൊന്ത് ചെല്ലാറുണ്ട്. അപ്പോൾ ഈ വിസ അപ്രൂവലിൻ്റെ ടൈം 3 മണി. ആക്ച്വലി എനിക്ക് വിസ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂ നല്ല ടഫായിരുന്നു. അറൗണ്ട് ഒരു 1 hour എടുത്ത് അവർ നല്ല ക്വസ്റ്റ്യനിങ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പം വിസ അപ്രൂവ് ആണ്. ഹസ്ബൻഡിനോട് പറഞ്ഞു അറിയില്ല എങ്ങനെയാണെന്നുള്ളത്, നമുക്ക് അമ്മയ്ക്ക് സമർപ്പിക്കാം, അമ്മ തരുവാണെങ്കിൽ തന്നോട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കറക്റ്റ് 2 ദിവസം വിത്തിൻ 2 daysനുള്ളിൽ അതിൻ്റെ റിസൾട്ട് വന്നു. 3 മണിക്ക് എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്ന കരുണക്കൊന്ത് ഞാൻ ചൊല്ലാറുണ്ട്. അപ്പോൾ 3 മണിക്ക് ഞാൻ കരുണക്കൊന്ത് ചൊല്ലിക്കഴിഞ്ഞിട്ട് ഞാൻ കരുണക്കൊന്ത് ചൊല്ലി നിർത്തി. അപ്പോൾ എന്നോട് ആരോ പറയുവാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, വീണ്ടും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും കരുണക്കൊന്തയും തുടർന്ന് ചൊല്ലിക്കൊണ്ടേയിരുന്നു. കറക്റ്റ് 3:30 ആയപ്പോൾ, അതായത് ഖത്തറിലെ ടൈം 3:30 ആയപ്പം എനിക്ക് എൻ്റെ വിസ അപ്രൂവ് ആയി എന്ന് പറഞ്ഞിട്ട്, വർക്ക് പെർമിറ്റ് അപ്രൂവ് ആയി എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെയിൽ വന്നു. ഞാൻ ആ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ ലാസ്റ്റ് മൊമെൻറ്റ്, ആ 3 to 3:30 ഉള്ളിൽ ടൈമിലായിരുന്നു അവർ വിസയുടെ ഡിസിഷൻ അവിടെ എടുത്തുകൊണ്ടിരുന്നത്. പരിശുദ്ധ അമ്മ, ഈ ഓഗസ്റ്റ് 22-ാം തീയതി ഞാൻ സ്വീഡനിലോട്ട് പോവുകയാണ്. പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി പറയുന്നു. ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ എല്ലാ മാസവും ഞങ്ങൾക്ക് ദശാംശം എന്ന് പറഞ്ഞിട്ടൊരു ഇത്ര എമൗണ്ട് കൊടുക്കാറില്ല, പക്ഷെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു പൈസ ഞങ്ങൾ പാവപ്പെട്ടവർക്കായിട്ട് മാറ്റിവെക്കുകയും അത് കൊടുക്കുകയും ചെയ്യാറുണ്ട്. ആദ്യം ഒരു കുറച്ച് എമൗണ്ട് ആയിരുന്നു, ഇപ്പം അതിൽ കൂടുതൽ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. ഇപ്പോഴും ഞങ്ങൾ 0-ൽ തന്നെയാണ്. പക്ഷേ പരിശുദ്ധ അമ്മ ഓരോ കാര്യങ്ങളും കറക്റ്റായിട്ട് ക്രമീകരിച്ച് ഞങ്ങൾക്ക് തരുന്നുണ്ട്. പരിശുദ്ധ അമ്മ വഴി അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എനിക്കറിയാവുന്ന എല്ലാവരോടും ഞാൻ ഉടമ്പടി സ്റ്റാറ്റസുകൾ വാട്സപ്പിൽ ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ ഞങ്ങളുടെ ഓഫീസിലുള്ള ഒരു ചേച്ചിനോട്, ആ ചേച്ചി ഹിന്ദുവാണ്, അപ്പോൾ ആ ചേച്ചിനോട് പറഞ്ഞ് ചേച്ചി ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതുപോലെ എൻ്റെ വാട്സപ്പിൽ സ്റ്റാറ്റസ് കണ്ട് എന്നോട് ഉടമ്പടി എടുക്കുന്ന കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയും കുറച്ച് പേര് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റിൻ്റെ കാര്യങ്ങൾ എല്ലാം ചോദിക്കുന്നവരോടെല്ലാം പറഞ്ഞു കൊടുക്കുകയും അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് ചെയ്യുന്നുണ്ട്. മാക്സിമം പറ്റുന്ന രീതിയിൽ ഞാൻ, എൻ്റെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ബൈബിൾ ഒന്ന് വായിച്ചു തീർക്കണമെന്ന്. പക്ഷേ ഇതുവരെയും സാധിച്ചിട്ട്, ഞാൻ സ്റ്റാർട്ട് ചെയ്തെങ്കിലും എനിക്കതിന് ബ്രേക്ക് ആവുമായിരുന്നു. ഉടമ്പടി എടുത്ത് ഈ ജാനുവരി ഞാൻ ഓൺലൈനായിട്ടാണ്, അത് കഴിഞ്ഞിട്ട് പിന്നെ ഉടമ്പടി എടുത്ത് ഈ ജാനുവരി തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉടമ്പടിയിലായിരുന്നു. ജാനുവരിയിൽ ഞാൻ ബൈബിൾ വായിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ ഒരു പ്രാവശ്യം ബൈബിൾ മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് റീഡ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ജനുവരി തൊട്ട് ഞാൻ അമ്മയ്ക്കൊരു വാക്ക് കൊടുത്തു, എൻ്റെ വിസ എന്ന് എനിക്ക് അപ്രൂവ് ആവുന്നോ അന്ന് വരെ ഞാൻ നോൺ വെജ് കഴിക്കില്ല എന്നുള്ളൊരിത്. ഞാൻ ജാനുവരി തൊട്ട് ഈ മെയ് 10-ാം തീയതി എനിക്ക് 10 വരെ എനിക്ക് എന്നാണോ വിസ എനിക്ക് കിട്ടിയത് അന്ന് വരെയും ഞാൻ നോൺ വെജ് കഴിക്കാതെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിച്ചു. നമ്മൾ ത്യാഗമായിട്ട് നമ്മൾ ദൈവത്തിനോട് എന്തെങ്കിലും ഒരു കൃപ ചോദിക്കുമ്പോൾ നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യങ്ങൾ ത്യജിക്കണമെന്നുള്ളൊരു ഇത് കാരണമാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ പരിശുദ്ധ അമ്മ വഴി ഈശോ ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. 1 യോഹന്നാൻ 5:4 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, ലോകത്തിൻ്റെ മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം. പ്രിയമുള്ളവരെ, നമ്മളുടെ മുൻപിൽ ആഷ്ലി നിഖിൽ എന്ന സഹോദരിയാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത്. ഈ സഹോദരി നമ്മളോട് പറയുകയായിരുന്നു, എങ്ങനെയാണ് ഈ ലോകത്തിൽ ഓരോ കാര്യങ്ങളും ചെയ്തു പോകുമ്പോൾ അത് വിശ്വാസത്തോടുകൂടി ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുവാനായിട്ട് പരിശ്രമിച്ചതെന്ന്. പ്രിയമുള്ളവരെ, ഈ സഹോദരിയുടെ ജീവിതം നമ്മളത് നോക്കുകയാണെങ്കിൽ, ഉടമ്പടി സാക്ഷ്യത്തിൽ നമ്മളോട് പറഞ്ഞതൊന്നും ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എത്രയേറെ പ്രാർത്ഥന അരൂപിയോടുകൂടിയാണ്, ത്യാഗമനോഭാവത്തോടു കൂടിയാണ് തങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സഹായം ചെയ്യുവാനും, അതുപോലെ തന്നെ തൻ്റെ ജീവിതത്തിലും വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലും പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടുമുള്ള വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചതെന്ന്. ഉടമ്പടി ജീവിതം നയിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രായശ്ചിത്തങ്ങൾ ചെയ്യുമ്പോൾ, പരിത്യാഗ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ, കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ തിരിച്ചറിയുക, ദൈവസന്നിധിയിൽ നമ്മൾ നീതീകരിക്കപ്പെട്ട മനുഷ്യരായിട്ട് മാറും. നമ്മുടെ ജീവിതം കർത്താവിൻ്റെ സന്നിധിയിൽ വിലയുള്ള ജീവിതമായിട്ട് മാറും. അങ്ങനെയാണ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഒരുക്കിയെടുക്കുവാനായിട്ട് സാധിക്കുന്നത്. വിദേശത്തേക്ക് പോകുവാനായിട്ടും ജോലി ചെയ്യുവാനായിട്ടുമുള്ള ഓരോ തടസ്സങ്ങളും എങ്ങനെയാണ് സമയബന്ധിതമായിട്ട് സമയച്ചുരുക്കത്തിൽ പരിശുദ്ധ അമ്മ സാധിച്ചു കൊടുക്കുന്നതെന്നും, ഇടപെടേണ്ട സമയത്ത് എങ്ങനെയാണ് ഇവരുടെ ജീവിതത്തിൽ അമ്മ ഇടപെടുന്നതെന്നും നമ്മൾ കാണുന്നുണ്ട്. സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്,
എലീഷായുടെ ഭവനത്തിലേക്ക് പരിശുദ്ധ അമ്മ ആ സമയത്തിൽ കടന്നു ചെല്ലുന്നത്, അവരുടെ ആവശ്യ സമയത്ത് പരിശുദ്ധ അമ്മ കടന്നു ചെല്ലുന്നത് നമ്മൾ കാണുന്നുണ്ട്. കനായിലെ കല്യാണ വിരുന്നിൽ എങ്ങനെയാണ് അവരുടെ സമയത്തിൻ്റെ ആവശ്യത്തിൽ പരിശുദ്ധ അമ്മ കൃത്യമായിട്ട് ഇടപെടുന്നതെന്ന് നമ്മൾ കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം വിശ്വസ്തയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കുറച്ചുകൂടി മനോഹരമാകുമ്പോൾ, വിശ്വാസത്തോടുകൂടി വചനം വായിക്കുമ്പോൾ, ഈ സഹോദരി പ്രത്യേകമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്, വിശുദ്ധ ഗ്രന്ഥം പൂർണ്ണമായിട്ട് വായിച്ചു തീർക്കുവാനായിട്ട് പരിശ്രമിച്ചു എന്ന്. വചനത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ദിവ്യമായിട്ടുള്ള സാന്നിധ്യം നമുക്ക് ലഭിക്കും എന്നുള്ളതിൽ സംശയമില്ല. കാരണം വചനത്തെ വഹിച്ചവളാണ് പരിശുദ്ധ കന്യാശ്രീ മറിയം. ഈ കുടുംബത്തോട് ചേർന്നുകൊണ്ട്, ഈ സഹോദരങ്ങളോട് ചേർന്നുകൊണ്ട്, ഇരു കരങ്ങളും അടിച്ചുകൊണ്ട് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി അർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.